VS ഇരുന്നു കാണാൻ ഒരുപാട് പേർ സമൂഹത്തിന് നാനാ തുറയിലുള്ള ഒരുപാട് പേർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ അമ്മ എന്തോ പറ്റി? എന്താ സങ്കടം? എന്താ സങ്കടം ഉണ്ടെന്നാ VSനെ എങ്ങനെ ഓർക്കുന്നു? VSനെ കാണാൻ വേണ്ടി പോലെ ഒരു കാണാൻ വേണ്ടി പോലെ. അപ്പൊ അങ്ങനെ സങ്കടപ്പെട്ട് ആലപ്പുഴയിൽ നിന്നും അല്ലാതെയും ഒക്കെ ഒരു VSനെ ഒരു കാണാൻ കുറെ അധികം ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. അനുജ അതിൽപ്പെട്ട ഒരു അമ്മയാണ്. അമ്മ വന്നപ്പോൾ മുതൽ ഇത്തരത്തിൽ വേദനിച്ച് സങ്കടപ്പെട്ട് ഹൃദയം. ഇതുവരെ ഞാനൊരു ആശുപത്രി മരുന്ന് പോലും കഴിക്കുന്ന ആളില്ല. അതെ, ഇന്നലെ രാത്രി വന്നു, അറിഞ്ഞ ഉടനെ പുറപ്പെട്ടു. പാലക്കാട് വരിക. അതെ, ആലക്കാട്. അതെ, അവിടെയൊക്കെ കണ്ട് ഞങ്ങള് അടുത്തൊക്കെ പെരുമാറിയവരാണ്. അങ്ങനെ ഒരു അമ്മ ചെങ്കച്ചൂളയിൽ അവരുടെ വീട്ടിൽ VS വന്ന കാര്യമൊക്കെ ഓർത്തെടുത്ത് ഇങ്ങനെ പറയുന്നു. വന്നപ്പോൾ മുതൽ ഈ ക്യൂവിന് അങ്ങേയറ്റത്ത് നിന്നപ്പോൾ മുതൽ ഈ അമ്മ കരയുകയായിരുന്നു. നമ്മൾ എന്താണ് ചോദിക്കുമ്പോൾ VSമായുള്ള ഓർമ്മകൾ ഓരോന്നോരോന്നായി ഓർത്തെടുത്ത് പറയുന്ന ഈ അമ്മയെ നമ്മൾ കണ്ടു. അങ്ങനെ പലരെയും നമ്മൾ കാണുന്നു. അങ്ങനെ വളരെ വൈകാരികമായി VSന്റെ വേർപാടിനെ കാണുന്ന പലരെയും നമ്മൾ കാണുന്നു. അനുജ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ദർബാർ ഹാളിന്റെ വാതിൽ കൂടെ ഈ ക്യൂ നന്നായി നീങ്ങുന്നുണ്ട്, മുന്നോട്ടേക്ക് നന്നായി നീങ്ങുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും പിന്നെയും ക്യൂവിന്റെ പിൻവശത്ത് കൂടുതൽ ആളുകൾ അണിനിരക്കുന്നു. നാടിന്റെ നാനാഭാഗത്തുനിന്ന് കുറേയധികം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. കേരളത്തിന്റെ പല ഭാഗം, ഇപ്പൊ ഇന്നലെ നമ്മൾ AK സെന്ററിൽ കണ്ടത്, അല്ലെങ്കിൽ VSന്റെ ബാട്ടൺ ഹിൽസിൽ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ കണ്ടതൊക്കെ തിരുവനന്തപുരം സ്വദേശികൾ തന്നെയാണെങ്കിൽ ഇന്നിപ്പോൾ അങ്ങനെയല്ല. കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും വയനാട് നിന്നും മലപ്പുറത്തു നിന്നും മലബാർ മേൽ കോഴിക്കോട് നിന്നൊക്കെ ഒരുപാട് പേർ VSനെ ഒരു കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക്. ഞങ്ങൾക്ക് വലിയ വിഷമമാണ്. ഞങ്ങൾ നിന്നും കടന്നു പോയി. ഞാൻ എന്റെ ഒറ്റയ്ക്കാണ്. നമ്മുടെ അടുത്ത് എന്റെ വീട്. നമ്മുടെ ബന്ധുവാണ്, ഞങ്ങളുടെ വീട്ടിലെ അംഗം പോലെയാണ്. ഞങ്ങളുടെ അപ്പൂപ്പനം പോലെ ഞങ്ങൾ കടന്നു പോയത്. ഞങ്ങൾക്ക് അത്രയ്ക്കുള്ള പ്രയാസമുണ്ട്. ഇത്ര പെട്ടെന്ന് കടന്നു പോകും. അനുജ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. പി കൃഷ്ണവയിൽ നിന്ന് VS ഏറ്റുവാങ്ങുന്നത് കേവലം ഒരു ചെങ്കുടി മാറ്റമുള്ള ചില കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ കൂടിയാണ് എന്ന് പറയാറുണ്ട്. ആ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ എന്താണെന്നും ഏതാണത് അത് ജനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്നും ഈ കാണുന്ന ജനാവലി, കാണുന്ന ജനക്കൂട്ടം സാക്ഷ്യപ്പെടുത്തുന്നു. എന്തായിരുന്നു VS? ആ VS എടുത്ത നിലപാടുകൾ ഏത് രീതിയിലാണ് മനുഷ്യഹൃദയങ്ങളിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയത്, മനുഷ്യഹൃദയങ്ങളിൽ ആർദ്രമാക്കിയത് എങ്ങനെയൊക്കെയാണ് ആളുകൾ VSനെ ഒരു നേതാവ് എന്നുള്ള നിലയ്ക്കും അല്ലാതെയും ഒക്കെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത്, ഹൃദയവായ്പോടെ ചേർത്ത് വെക്കുന്നത് എന്ന് നമുക്ക് ഈ ആൾക്കൂട്ടത്തിൽ, ഇന്നലെ മുതൽ കാണുന്ന ഈ ആൾക്കൂട്ടത്തിൽ നമുക്ക് പ്രകടമായി കാണാം. ഒരു വലിയ നേതാവിന്, VS എന്ന് പറയുന്ന ഒരു വലിയ നേതാവിന്, പാവങ്ങളുടെ, ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ സംസാരിക്കുമ്പോൾ അവൻ പാവങ്ങളുടെ പടത്തലവൻ എന്നാണ് VSനെ പറയുന്നത്. നമുക്കറിയാം പാവങ്ങളുടെ പടത്തലം എന്ന് വിളിക്കുന്നത് VSനെ അല്ല AKG ആണെന്ന്. പക്ഷേ ഈ പറഞ്ഞ ജെൻസി തലമുറയിൽപ്പെട്ടവർക്ക് പറയില്ല. ഞങ്ങൾക്ക് ഈ പി കൃഷ്ണപിള്ളയും AKGയും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞറിവേ ഉള്ളൂ. VS ആണ് ഞങ്ങൾക്കുള്ള നേർക്കുനേർ അറിവ്. AKGയെയും പി കൃഷ്ണപിള്ളയും ഒക്കെ ഞങ്ങൾ കണ്ടത് VSലൂടെയാണ് എന്ന് ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ അർത്ഥത്തിൽ പാവങ്ങളുടെ പടത്തലവൻ തന്നെയായിരുന്നു. ഓർത്തു നോക്കിയാൽ 17 വയസ്സ് മുതൽ ആസ്പിൻവാളിൽ തുടങ്ങിയ അദ്ദേഹത്തിന്റെ പോരാട്ടം, അത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് അദ്ദേഹം മുഖ്യമന്ത്രി ആവുമ്പോഴും പ്രതിപക്ഷ നേതാവുമ്പോഴും ഒക്കെ ഈ പറഞ്ഞ പാവങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തന്നെയായിരുന്നു. പാവങ്ങളെ ഹൃദയത്തോട് ചേർത്താം, അവർക്ക് വേണ്ടി പ്രവർത്തിച്ചാം, അവർ നേരിടുന്ന അനീതിക്കെതിരെ. ഇവിടെ കുട്ടനാട്ടിൽ ഒരു തൊഴിലാളിക്ക് ജോലിയെടുത്ത് ശമ്പളം കൊടുക്കാതെ ആ തൊഴിലാളിയെ ആ ജന്മി ആ തൊഴിലാളിയുടെ മുഖത്തേക്ക് അടിക്കുന്നതിന് പകരം ചോദിക്കാൻ VS ആണ് വന്നത്. VS ആ ജന്മിയുടെ കരണം പുകച്ചുകൊണ്ടായിരുന്നു അതിനുള്ള മറുപടി കൊടുത്തത്. അങ്ങനെ എന്താണ് അടിക്ക് തിരിച്ചടി എന്ന മട്ടിൽ തന്നെയായിരുന്നു അവിടെ ഈ പറയുന്ന കർഷക തൊഴിലാളികളുടെ ഒക്കെ ആ സംഘടന ബീജാഭാവം നടത്തിയത്. അപ്പൊ അങ്ങനെ പലവിധ ഓർമ്മകൾ, അങ്ങനെ കർഷക തൊഴിലാളികൾ, കയറുപിരി തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, കൂലിത്തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഒക്കെ പലവിധ 100 ഓർമ്മകൾ പേർന്ന ആളുകളെ നമ്മളിവിടെ കാണുന്നുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും വൈയക്തികമായി അവരുടെ ഓരോ അനുഭവം VSനെ പറ്റി അവർക്ക് പറയാനുണ്ട്. ഏത് രീതിയിൽ VS അവരെ സ്പർശിച്ചു എന്നവർക്ക് പറയാൻ. അത് ചിലപ്പോൾ നേരിട്ടാകാം, അത് ചിലപ്പോൾ നേരിട്ടൊരു സന്ദർശനത്തിലാകാം, അതല്ല ആ സർക്കാരിന്റെ കാലത്തെ, മുഖ്യമന്ത്രിയായിരുന്ന 5 വർഷക്കാലത്തെ സർക്കാരിന്റെ കാലത്തെ ഒരു നയരൂപീകരണ സമയത്തിൽ നടത്തിയ ഒരു നയത്തിന്റെ പേരിലാകാം, അല്ലെങ്കിൽ കാർഷിക കടാശ്വാസത്തിന്റെ പേരിലാകാം, മത്സ്യത്തൊഴിലാളി കടാശ്വാസത്തിന്റെ പേരിലാകാം. അങ്ങനെ VS 5 വർഷക്കാലത്തോളം അതാ K രാധാകൃഷ്ണൻ ചെയ്യുന്നു. VSനെ എന്ന് പറഞ്ഞാൽ അത് നികത്താൻ കഴിയാത്ത വലിയ വിടവാണ്.